ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദസ്നി. നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലൂടെ ഞാനിന്നൊരു കുഞ്ഞു റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി ഇങ്ങോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതൊന്ന് നോക്കുക. നമ്മളൊരു ചിക്കൻ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ അരിപ്പൊടി ഒരു ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാല. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം തൈര്, നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ നേരമൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് നല്ലൊരു ചട്ടി ഞാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയും നല്ലപോലെ ചൂടാവണം. അതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ അങ്ങോട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ ഞാനിതിൽ വറുത്തെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ മക്കൾക്ക് വേഗം തയ്യാറാക്കി കൊടുക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ആക്ച്വലി എൻ്റെ മകൻ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. ഉമ്മ ഞാൻ തയ്യാറാക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.